മലയാളികളായ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് ജാമ്യം ലഭിച്ചതിന് ശേഷം പല രീതിയിലുള്ള പ്രതികരണങ്ങളും കണ്ടു. ഇനി എന്തായിരിക്കും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക? അതുപോലെ തന്നെ പലരുടെയും ആവശ്യം FIR റദ്ദാക്കണമെന്നുള്ളതാണ്. അതിലൊക്കെ ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഷിബിലി ചോദിച്ച FIR റദ്ദാക്കലൊന്നും നടക്കാൻ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ കാര്യങ്ങളിലേക്ക് വരാം. പിന്നെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് 3 പേരിൽ നിന്ന് റിലീസാകും എന്നുള്ളതാണ്. ഒന്ന്, കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. അതിനേക്കാൾ വലിയ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ തോന്നലനുസരിച്ച് നമ്മുടെ നടനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹം പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ 9 ദിവസവും. അദ്ദേഹം വാ തുറന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനും കൂടി പുറത്തിറങ്ങാനും ഇത് മോചനം കിട്ടാനുമുള്ള ഒരു വഴി തുറന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഷിബിലി പറഞ്ഞു, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള UDFൻ്റെ MP ചെന്ന് കണ്ടപ്പോൾ അമിത്ഷാ പറഞ്ഞേക്കുന്നത് ഇവർ നിരപരാധികളാണ് എന്ന് നമുക്കറിയാം, അവർ കുഴപ്പക്കാരൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ജാമ്യം കിട്ടുകയാണെങ്കിൽ ഇന്നലെ തന്നെ കിട്ടിയാണ്. കാരണം പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നാൽ ജാമ്യം കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ജാമ്യം കിട്ടിയാണ്. പക്ഷേ സാധാരണ കേസുകളിൽ അങ്ങനെ പറയൽ സാധ്യമല്ല. പക്ഷെ ഒരു 90-96% കേസുകളിലും അങ്ങനെ പറയലൊന്നും ഉണ്ടാവില്ല. പക്ഷെ വളരെ അപൂർവമായി ഗവൺമെൻറ്റിന് റെഫർ ചെയ്ത് കളയുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തെറ്റിപ്പോയിട്ടുള്ള കേസുകളിലൊക്കെയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് വളരെ കൃത്യമായി തീരുമാനമെടുക്കുന്ന കേസുകളിലാണ് എനിക്ക് ജാമ്യം കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഛത്തീസ് ഗവൺമെൻറ് ഇപ്പോൾ അതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ BJPക്ക് 2 തരത്തിലുള്ളൊരു ഗെയിം കളിച്ചേ മതിയാവും. കാരണം അവിടെ കൃത്യമായി പറഞ്ഞേക്കുന്നത് ജാമ്യം കൊടുക്കാൻ കഴിയില്ലെന്നും ഈ കുറ്റം ആരോപിക്കപ്പെട്ടതുപോലെ തന്നെ ഇതൊരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു കുറ്റമാണെന്നും ഇത് പതിവായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പറയാവുന്ന ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിശക്തമായി കസ്റ്റഡിയിൽ വേണമെന്നോ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കരുത്, ഇവർ സീസൺഡ് ആയിട്ടുള്ള ക്രിമിനലുകളാണെന്നൊന്നും വാദിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വാദിക്കാനും കഴിയില്ല, കാരണം ഇവർ ഇതിനു മുമ്പ് കേസിലൊന്നും പെട്ടിട്ടുള്ള ആളുകളല്ല. അപ്പം BJPയെ സംബന്ധിച്ചുള്ള 2 കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP മാത്രം പോലുമല്ല, കോൺഗ്രസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ഈ പറയുന്ന അവിടെയുള്ള പ്രശ്നം, ഛത്തീസ്ഗഡിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇപ്പോൾ 2024 വരുമ്പോൾ കഴിഞ്ഞ സെൻസസ് പ്രകാരം 2.8 crore. ഈ സെൻസസ് വരുമ്പോൾ ഏതാണ്ട് 3 കോടി അധികം വരുന്ന ജനസംഖ്യയാണ്. ഏതാണ്ട് 3,10,00,000 വരുന്ന ജനസംഖ്യ വരും. ആ ജനസംഖ്യയിൽ ഷിബിലി അറിയേണ്ടത് ഏതാണ്ട് 78 ലക്ഷത്തോളം ആളുകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 72,22,902 പേര്, 30.48% ഈ പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഇടക്ക് വലിയ തോതിലുള്ള ഈ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വികാരം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ 93% പേർ, ഈ ഇലക്ട്രേറ്റിൽ 93% പേർ ഹിന്ദുക്കളാണ്. ആ 93 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 93.8% പേർ ഹിന്ദുക്കളാണ്. അപ്പോൾ ആ ഹിന്ദുക്കളുടെ ഇടക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആദിവാസി ഗോത്രവർഗ്ഗക്കാരെയൊക്കെ തന്നെ ഇവർ മതം മാറ്റുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ വികാരമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വികാരം സൃഷ്ടിച്ചുകൊണ്ടാണ് BJP അവിടെ ഇലക്ഷനൊക്കെ ജയിച്ചേക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 2018 BJPക്ക് ഉണ്ടായിരുന്നത് 90 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് വെറും 15 സീറ്റാണ്. 15 സീറ്റ്. അത് തന്നെ 32.97 എന്ന് പറഞ്ഞാൽ 33% വോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അത് 2021 വരുമ്പോൾ 90 സീറ്റുകളിൽ 68 നേടാൻ BJPക്ക് കഴിഞ്ഞു. അതിങ്ങനെയുള്ള, അതായത് ഈ അപരവിദ്വേഷമൊക്കെ പരത്തിയത് കൊണ്ടാണ്. അതിൽ 43.04% എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് 32-ൽ നിന്ന് 11% വോട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. ആ വർദ്ധിപ്പിച്ചതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അവിടുത്തെ ലോക്കൽ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലൊക്കെ ചില സത്യങ്ങളൊക്കെ ഉണ്ട്. ആ സത്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിനെ കുറെ കൂടി പൊലിപ്പിച്ചുകൊണ്ടുമൊക്കെയാണ് ഇത് നടന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ട് ബേസ് അവിടെ തീർച്ചയായിട്ടും സംരക്ഷിച്ചേ മതിയാവും. ഇനി 2024 വരുമ്പോൾ കാണുന്നത് എന്താ? അവിടെയുള്ള 11 MP-മാരിൽ 10 എണ്ണവും BJPക്കാണ്. 10 എണ്ണവും. അവിടെ കോൺഗ്രസിനൊക്കെ നല്ല വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 40%-ലധികം വോട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും അവിടെ 50%-ലധികം വോട്ട് മേടിച്ചുകൊണ്ട് BJPയാണ് ഈ 10 MP-മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അതൊന്നും മുഴുവനായും വേണ്ടത് വെച്ചുകൊണ്ട് BJPക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് BJP ഇതേക്കണം എന്താ, ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന കാളി കൂളി സംഘങ്ങളെയും ഒക്കെ തന്നെ അവർ സാറ്റിസ്ഫൈ ചെയ്തു. കാരണം അവരെന്ത് ചെയ്തു? അവിടെ എതിർത്തു. ഇത്തരം കന്യാസ്ത്രീമാരെ 9 ദിവസവും 9 ദിവസം ജയിലിലിടാൻ കഴിഞ്ഞു. ജാമ്യത്തെയും എതിർത്തു. അന്ന് അതേ സെയിം ടൈം കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന 53-54% വരുന്ന ഹിന്ദുക്കളിൽ നിന്നുള്ള വോട്ട് മാത്രം കിട്ടിക്കൊണ്ട് ഭൂരിപക്ഷത്തിൽ എത്താൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കി. അപ്പോൾ ഒരു 16% ഉള്ള ക്രിസ്ത്യൻസിന് വോട്ട് കൂടി വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ക്രിസ്ത്യൻസുമാരുടെ ഇടക്ക് കാസയൊക്കെ ഉപയോഗിച്ച് വലിയ തോതിൽ വിള്ളലുണ്ടാക്കുകയും
ഒരു പ്രത്യേകിച്ചും സിറിയൻ കാത്തലിക് ആയിട്ടുള്ള, അതായത് സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ, സീറോ മലബാർ സഭയുടെയൊക്കെ കീഴിലുള്ള അൽമായ, അവരിൽ ഒരു വലിയ വിഭാഗത്തെ BJP-യിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ അവിടെയാണ് അടിപറ്റിയത്. കാരണം ഇവർ ഈ പറയുന്ന മറ്റു പല കന്യാസ്ത്രീകളും മറ്റു പല പ്രൊട്ടസ്റ്റന്റ് സഭകളിലെയും പെന്തക്കോസ്റ്റ് സഭകളിലേക്ക് ആളുകളൊക്കെ അവിടെ അറസ്റ്റ് ആവാറുണ്ട് സ്ഥിരമായിട്ട്. അതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇവിടെ സിറിയൻ കാത്തലിക് ആയിട്ടുള്ള ആളുകളാണ് അറസ്റ്റ് ആയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ BJP-ക്ക് തിരിച്ചറിയാം. അപ്പോൾ BJP ഇവിടെയും മുഖം രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അനൂപ് ആൻ്റണിയും അതുപോലെ ഷോൺ ജോർജും ഒക്കെ അവിടെ പോയി വെച്ചത്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ വാർത്ത വരുമ്പോഴുള്ള ഒരു പിക്ചർ നോക്കിയാൽ തന്നെ, ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം ഈ സഹോദരി, അതായത് അങ്കമാലിയിലെ സിസ്റ്റർ, ജയിലിൽ കിടന്നിരുന്ന സിസ്റ്ററിൻ്റെ സഹോദരൻ വന്നിട്ട് പറയുന്നു ഇയാൾ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് റോജി M. ജോണിനെ പിടിക്കുന്നു. അപ്പോൾ അത് ഇപ്പം തന്നെ അനൂപ് ആൻ്റണി കയറി ഹെഡ് ചെയ്യുന്നു. അനൂപ് ആൻ്റണി പറയുന്നു ഞാനിവിടെ വന്നിട്ട് ദിവസങ്ങളായി, കൂടാതെ ഞാൻ 2000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നു. പൊന്നാട മേടിക്കാനാണോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും പൊന്നാടയും കിട്ടിയിട്ടുണ്ട്, പുള്ളിക്ക് ചായയും പടയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പുള്ളി അവിടെ നിന്ന് ഇപ്പം എന്തായാലും തിരിച്ചു പോന്നു. അപ്പോൾ ഇവർക്കൊക്കെ കൂടി തിരിച്ചു പോരാൻ പറ്റി. ഇനി ഷിബിലി പറഞ്ഞ പോലെ കാണാനിരിക്കുന്നത് ഇതിൽ ഞങ്ങളാണ് ഇത് പിടിപ്പിച്ചതെന്ന് പറയും. പക്ഷേ ഞങ്ങളാണ് പിടിപ്പിച്ചതെന്ന് പറയുമ്പോൾ ആരാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന ചോദ്യമുണ്ട്. ജോർജ് കുര്യൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞ അറസ്റ്റ് ചെയ്തത് പോലീസാണ്, പിടിപ്പിച്ചത് അമിത്ഷാ, BJP ആണ്, അമിത്ഷാ ആണെന്ന് പറയേണ്ടി വരും. പോലീസും മറ്റേ ജോർജ് കുര്യന് മനസ്സിലാക്കാത്തത് പോലീസും ഇതുമായിട്ടൊന്നും പുള്ളിക്ക് ബന്ധമില്ല. ഇത് അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമില്ല. കേട്ടതൊന്നും പോലീസ് അപ്പുറത്തെ ഏതോ സ്റ്റേറ്റിലെ പോലീസാണെന്ന് തോന്നുന്നു, കേരള പോലീസായിട്ടാണ് അറസ്റ്റ് ചെയ്ത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ പിന്നെ കേരളത്തിൽ നടക്കുന്ന പോലീസ് അട്രോസിറ്റീസിനൊന്നും നമുക്ക് പിണറായി വിജയനെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിലായി? ഇപ്പം ശബരിമലയിൽ കെ സുരേന്ദ്രനെ കേസെടുത്തതിന് നമുക്ക് ഒരിക്കലും പിണറായി കുറ്റം പറയാൻ പറ്റില്ല. കാരണം പത്തനംതിട്ട SP കുറ്റം പറയണം. പിന്നെ ജോർജ് കുര്യൻ പറഞ്ഞൊരു വാചകം എനിക്ക് ചിരി വന്നത്, പുള്ളിക്ക് ഹിന്ദി അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. പുള്ളി ഹിന്ദി പ്രധാനമന്ത്രിയുടെ ഒക്കെ പല പ്രസംഗങ്ങളും പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ പുള്ളി ഇപ്പോൾ ഹിന്ദി അറിയാൻ പാടില്ലെന്നല്ല, പുള്ളി മലയാളം അറിയാൻ പാടില്ലെന്ന് കൂടി പറഞ്ഞാൽ, കാരണം വേറെ വഴിയില്ല. പിന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടി ആവേശത്തോടുകൂടി പുറത്തേക്ക് വരും. അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അമിത്ഷാ ഇന്ന് ഈ ഉറപ്പ് കിട്ടുകയും ഏതാണ്ട് ഇത് പുറത്തേക്ക് വരികയും ചെയ്യുമെന്ന് മനസ്സിലായതോടുകൂടി നമ്മുടെ MP-മാരും MLA-മാരും എല്ലാവരും അവിടെ ചെന്ന്, അതുപോലെ BJP-യുടെ നേതാക്കളൊക്കെ അവിടെ ചെന്ന് ഇവരെ ആശ്ലേഷിക്കാൻ തുടങ്ങി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന ഈ പറയുന്ന CBCIയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ബിഷപ്പും ഒക്കെ ആയിട്ടുള്ള ആൻഡ്രൂസ് താഴത്തിൽ ചെന്ന് രാജീവ് ചന്ദ്രശേഖർ കണ്ടിരുന്നു. രാജീവ് ചന്ദ്രശേഖരായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്, ഈ ഇങ്ങനെ കന്യാസ്ത്രീകൾ ജയിലിലടക്കപ്പെട്ടപ്പോൾ ആദ്യം പ്രതികരിച്ചവരിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. എനിക്ക് മനസ്സിലാകുന്നില്ല രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് വലിയ കാര്യമായിട്ട് ആൻഡ്രൂസ് താഴത്ത് എടുക്കുന്നത് എങ്ങനെയാണ്. കാരണം ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ക്രിസ്ത്യൻസിനും അതുപോലെ തന്നെ മുസ്ലിംസിനും ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ എവിടെയുണ്ടോ അവർക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയമാണ് BJP-യുടെ എന്ന് മനസ്സിലാക്കി ആ രാഷ്ട്രീയത്തെ എതിർക്കാതെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു. അതിലൊരു സംസ്ഥാനത്തെ പ്രസിഡന്റ് ഞങ്ങൾ ആദ്യം പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഇവർക്ക് സമരസപ്പെടാൻ കഴിയുന്നതെന്ന് അറിയില്ല. അങ്ങനെ കഴിയുന്നതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട്. സാർ പറഞ്ഞ പോലെ സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ എന്നിരുന്നാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇതൊരു വലിയ ചർച്ചയാവില്ലേ? ഇതിന്റെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് വലിയ ചർച്ചയായാലും ഷിബിലി ഇപ്പം തന്നെ ഇത് എന്തുകൊണ്ട് ചർച്ചയാവുന്നത്? ഇതിനു മുമ്പൊക്കെ നിരവധി പേരവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് ഇവിടെ ചർച്ചയാവുന്നു. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഷിബിലി ഉദ്ദേശിക്കുന്ന പോലെയല്ല. ക്രിസ്ത്യൻ സഭകൾ എന്ന് പറയുന്ന ആളുകൾ ഒരു സാധാരണ മതം മാത്രമല്ല, അത് വലിയ തോതിലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുള്ള ആളുകളാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായൊക്കെ തന്നെയാണ് ഓർഗനൈസറുള്ള ഒരു ലേഖനം വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് വഖഫിനല്ല, പകരം ക്രിസ്ത്യൻ മിഷണറി വർഗ സ്ഥാപനങ്ങൾക്കാണെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ബിസിനസ്സുകൾ ഇവർ റൺ ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഫണ്ടടക്കം ഇങ്ങോട്ട് മേടിക്കുന്ന പല ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. മദർ തെരേസയുടെ അടക്കം ഉണ്ടായിരുന്നു. അതിന്മേലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പിടിക്കാൻ കഴിയുന്ന നിരവധി സാധ്യതകളുണ്ട്. നമുക്കറിയാലോ, ഇപ്പോൾ ആലഞ്ചേരി പിതാവ് തന്നെ, ഇവിടെ എറണാകുളത്തുള്ള ആലഞ്ചേരി പിതാവ് തന്നെ യഥാർത്ഥത്തിൽ ഒരു സ്ഥലം വിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആരോപണത്തിലാവുകയും പിന്നീട് കേസാവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പല കേസുകളും വരാനിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളും വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ബിസിനസ് സഭകൾ വലിയ തോതിൽ ബിസിനസ് നടത്തുന്നതോടു കൂടിയാണ് ഈ പറയുന്ന പല സമരസപ്പെടലുകൾക്കും ഇടയാകേണ്ടി വരുന്നത്. അല്ലാതെ രതീഷ് ചക്രവാണിക്ക് അറിയാം, ആൻഡ്രൂസ് താഴത്തിന് അറിയാൻ പാടുള്ളതെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്.
ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പക്ഷെ അവർക്ക് വേറെ വഴി ഇല്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാവിയിലേക്ക് വലിയ അപകടങ്ങളാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹമൊക്കെ തന്നെ നേരിടാൻ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഒരു സംശയമില്ല. കൃത്യമായി റിയാക്ട് ചെയ്തില്ലെങ്കിൽ, മതേതര സമൂഹത്തെ ഒന്നാകെ കൂടെ പിടിച്ചില്ലെങ്കിൽ വലിയ തോതിൽ ഇതുകൊണ്ട് പ്രശ്നമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേക താല്പര്യമുണ്ടെന്ന്. പക്ഷേ സാധാരണപ്പെട്ട ആളുകൾ ഈ ഒരു വിഷയത്തെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു സാഹചര്യത്തിൽ. സാധ്യത കുറവാണ്. ഈ മതപരമായിട്ടുള്ള ഒരു മെൻ്റൽ സ്ലേവറി ഉണ്ട്, ഒരു മാനസികമായിട്ടുള്ള അടിമത്വമുണ്ട്. ആ അടിമത്തമുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ ചിന്തിക്കുമെന്നൊന്നും നമ്മൾ വളരെ വിശാലാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും അവർ മനസ്സിലാകുമായിരിക്കും. പക്ഷേ നമുക്കറിയേണ്ടത് ഇത്തരത്തിലുള്ള അപ്പാരറ്റസ് ഈ മതങ്ങളെ തന്നെ വിഴുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളത്. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, അഭയ കൊലക്കേസിൽ എന്തുകൊണ്ടാണ് അഭയോടൊപ്പം ആളുകൾ നിൽക്കാതിരുന്നത്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾ അവിടെ വാമൂടി കിട്ടിയൊക്കെ പ്രതിഷേധം നടത്തിയത് പല മറ്റേ അച്ഛന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായോ? ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിൽ തന്നെ ആരുടെ ഒപ്പമായിരുന്നു? സാധാരണക്കാരായ മറ്റേ ഈ പറയുന്ന അവിടെയുള്ള മറ്റേ സഭാവസ്ത്രം സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കൊപ്പമായിരുന്നു, അതോ ബിഷപ്പിനൊപ്പമായിരുന്നു? അതുകൊണ്ട് ഷിബിലി പറയുന്ന പോലെ മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് മാനസികമായിട്ടുള്ള വലിയ അടിമത്തം ഉണ്ടാക്കും. ഇപ്പോൾ CPM ഇപ്പോഴും നമുക്കറിയാമല്ലോ, നിലമ്പൂരിൽ നിന്ന് 66,000-ഓളം വോട്ടുകൾ അവർക്ക് കിട്ടി. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും അവർക്ക് 66,000 വോട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സ്ട്രക്ചർ അവർക്കുണ്ട്. മനസ്സിലായി? അരിയുടെ വില കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പം കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പെട്രോളിൻ്റെ വിലയും ഗ്യാസിൻ്റെ വിലയും കൂടിക്കോട്ടെ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ടാക്സ് കൊടുക്കണ്ടേ, അതിൻ്റെ മറ്റേ കക്കൂസ് പണിയണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ 10 ഇരട്ടിയാണ് ദൈവവിശ്വാസവുമായി കണക്ട് ചെയ്തുകൊണ്ട് എല്ലാ മതങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഷിബിലി പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് എത്തുന്നില്ല. അങ്ങനെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത്ര വലിയ കടുത്ത ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർ അനുഭവിക്കണം. പട്ടിണിയോ പരിവട്ടമോ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ, കോവിഡൊക്കെ വന്നാൽ നമ്മൾ ജാതിയും മതമൊക്കെ മറന്ന് കുറച്ചുകൂടി മനുഷ്യരായി മാറും. അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാനസികമായ അടിമത്തമുണ്ട്. സാറ് ഇപ്പം ഇതോടൊപ്പം തന്നെ സാറ് പറഞ്ഞ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതികരിക്കാത്തതൊക്കെ, അവരും ഇതിലെന്തായിരിക്കും ഇങ്ങനെ നിലപാടെടുക്കാനുള്ള കാരണം? ഒന്ന്, ഷിബിലി ഒരു താൽക്കാലികമായുള്ള വോട്ട് ബാങ്കുകളാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കമൽനാഥ് എന്തുകൊണ്ടാണ് മധ്യപ്രദേശിൽ വെള്ളി ഇഷ്ടികകൾ അയോധ്യക്ക് കൊടുത്തയച്ചെന്ന് പറഞ്ഞാൽ, അയോധ്യ ഒരു വലിയ വികാരമാക്കി ഉയർത്താൻ BJPക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ അതിൽ നിന്ന് താൽക്കാലികമായി എങ്ങനെ രക്ഷപ്പെടാമെന്ന് മാത്രമേ അവർ ചിന്തിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് UPയിലുള്ള നേതാക്കന്മാർ ഞങ്ങൾ പിന്നെ അയോധ്യയിൽ പോകുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിനെതിരെ പലപ്പോഴും ശരിയായ നിലപാടെടുത്താൽ വലിയ തോതിൽ ആദ്യം നമുക്ക് ചിലപ്പോൾ പിന്തുണ കിട്ടില്ല. ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഏറ്റവും ആദ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പൂജാമുറിക്കുള്ളിൽ ആളുകളെ സംഘടിപ്പിച്ചപ്പോഴും ഗാന്ധിജിക്ക് ആ പിന്തുണ കിട്ടിയില്ല. സതിക്കെതിരെ സംസാരിച്ചിട്ടും രാജാറാം മോഹൻ റോയ്ക്ക് ആ പിന്തുണ കിട്ടിയില്ല. ശ്രീനാരായണ ഗുരുവിന് പോലും ആ പിന്തുണ കിട്ടിയിട്ടില്ല. അപ്പം അത്തരത്തിൽ പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള പിന്തുണ കിട്ടണമെന്നില്ല. പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചോളം അതിന് അങ്ങനെ ഒരു ആശയത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതിനേക്കാൾ നല്ലത് 5 കൊല്ലം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഛത്തീസ്ഗഡിലെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, ഇപ്പം ഭൂപേഷ് ബാഗൽ അവിടെ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ ഭൂപേഷ് ബാഗലിൻ്റെ മകൻ ചൈതന്യ ബാഗൽ അവിടെ ജയിലിലാണ്. ഇതേ ജയിലിൽ തന്നെ കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സൈസ് മിനിസ്റ്റർ, ഒരു ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് എക്സൈസ് മിനിസ്റ്റർ, അദ്ദേഹം മറ്റേ 2 കോടി രൂപ പെർ മന്ത് 36 മാസങ്ങളിൽ മേടിച്ചു എന്നും 72 കോടി രൂപ മേടിച്ചു എന്നും അതുമായി ബന്ധപ്പെട്ട് 2200ഓളം കോടി രൂപയുടെ വലിയ നഷ്ടമുണ്ടായി എന്നുമുള്ള കണക്കുകളാണ് അവിടെ വന്നേക്കുന്നത്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസാണ്. ഇനി അവിടെ തന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം, കവാസി ലക്മ എന്ന് പറയുന്ന ഒരു മന്ത്രി അവിടെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ആ മന്ത്രി പറഞ്ഞേക്കണ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? ഛത്തീസ്ഗഡിലെ മന്ത്രി പറഞ്ഞേക്കണം, ഞാൻ ഇല്ലിറ്ററേറ്റ് ആണ്, എനിക്ക് ഒപ്പിട്ടപ്പോൾ മാറിപ്പോയതാണ്, എവിടെ ഒപ്പിട്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റുകളാണ്. നമ്മളിവിടെ നിന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം ഇതിനെ നോക്കിക്കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഒട്ടും ഡെവലപ്പാകാത്ത പട്ടണയിലും മുഴുപട്ടണയിലും ജീവിക്കുന്ന സാധാരണക്കാരായ ആദിവാസികളാണ്. അവരുടെ അടുത്തോട്ട് കുറച്ച് സ്നേഹമായി ചെല്ലുന്നവരോട് അവർ വലിയ അനുകമ്പ കാണിക്കും. അവരുടെ അടുത്തോട്ട് ഈ പറയുന്ന ഹിന്ദു മതത്തിലെ വലിയ ധനാഢ്യരായിട്ടുള്ള അല്ലെങ്കിൽ മേൽക്കിടയിലുള്ള ആളുകളൊന്നും സ്നേഹമായി ചെല്ലുന്നില്ല.
പിന്നെ ഛത്തീസ്ഗഡിൽ അങ്ങനെ ഈ പറയുന്ന മറ്റേ ഇവരിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കന്മാരൊക്കെ തന്നെ കൊടിയ അഴിമതിക്കാരായിരുന്നു. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ പറയുന്ന ഒപ്പിടാൻ എവിടെ ഒപ്പിട്ടെന്ന് എനിക്കറിയാൻ പാടില്ല എന്നുള്ളത് ഈ പറയുന്ന കവാസി ലാക്മയൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വലിയ അഴിമതികളാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സിമ്പിളായി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമല്ല. പിന്നെ ഒരു കാര്യം പറയാം, ഇതിൽ ഈ പറയുന്ന 2 പേരും കളി തുടരും. കാരണം ഞങ്ങളാണ് എന്ത് ചെയ്തത്, മലയാളത്തിലൊരു ചെല്ലുണ്ടല്ലോ എന്നാണ്, വളർത്തിയതും ചാപ്പ കൊന്നതും ചാപ്പ എന്ന് പറയുന്ന പോലെ ഇത് അറസ്റ്റ് ചെയ്തത് ഞങ്ങളാണ്, റിലീസ് ചെയ്യിപ്പിച്ചത് ഞങ്ങളാണെന്ന് BJPക്ക് അവകാശവാദം ഉന്നയിക്കാം. അത് BJPക്ക് എന്തായാലും വലിയ ക്ഷതം പറ്റിയിട്ടുണ്ട്. അതാണ് ജോർജ് കുര്യൻ്റെയൊക്കെ മറ്റേ പ്രസംഗത്തിൽ അദ്ദേഹം ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മലയാളം പോലും അറിയില്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജപ എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുന്നതായിരുന്നു നല്ലത്.